സ്ത്രീധനം ചോദിക്കരുത്, വാങ്ങരുത് എന്നാണല്ലോ നിയമം. എന്നാൽ ഇങ്ങനെയൊക്കെ നിയമം പറയുമ്പോഴും കേരളത്തിൽ പലയിടങ്ങളിലും ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും സ്ത്രീധനം വാങ്ങുന്നവരുണ്ട് എന്നത് പകൽ പോലെ സത്യമായൊരു കാര്യമാണ്. കൂടാതെ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ഗാർഹിക പീഡന കേസുകളും നിത്യം കേൾക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് സ്ത്രീധന സമ്പ്രദായത്തെയും അത് സമൂഹത്തിലും കുടുംബാന്തരീക്ഷത്തിലും ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തെയും വളരെ ബ്രില്യൻ്റായി പറഞ്ഞു പോവുകയാണ് ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ എന്ന ചിത്രം വളരെ ഗംഭീര പ്രേക്ഷക നിരൂപക പ്രശംസ നേടി തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ മുന്നേറുകയാണ്. ബേസിൽ ജോസഫിനൊപ്പം സജിൻ ഗോപു, അതായത് നമ്മുടെ ആവേശത്തിലെ അമ്പാൻ, ലിജോമോൾ ജോസ്, ആനന്ദ് മന്മഥൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. GR ഇന്ദുഗോപന്റെ 4 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് GR ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും ചേർന്നാണ്. ഒരു യഥാർത്ഥ സംഭവ കഥയെ ആസ്പദമാക്കിയാണ് ഈ കഥ ഒരുക്കിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയം. ബേസിൽ ജോസഫ്, സജിൻ ഗോപു എന്നിവരുടെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അജേഷ് എന്ന നായിക കഥാപാത്രമായി ബേസിൽ എത്തുമ്പോൾ മരിയൻ എന്ന നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് സജിൻ ഗോപു അരങ്ങ് തകർക്കുന്നത്. പ്രേക്ഷകർ ബേസിലിനെയും സജിനെയും ഇതുവരെ കണ്ടു ശീലിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളുടെയും മാതൃകകളെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് ഇരുവരുടെയും ചിത്രത്തിലെ പ്രകടനം. അത്ര വ്യത്യസ്തവും ഗംഭീരവുമായിട്ടാണ് ഇരുവരും ഈ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത്. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ ബേസിലിന്റെ വേറിട്ട മറ്റൊരു മുഖമാണ് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുക. ഇയാളത് എന്ത് വെകിലി പിടിച്ച മനുഷ്യനാണെന്ന് ആദ്യം കാഴ്ചക്കാരുടെ ഇഷ്ടക്കേട് കവരുമെങ്കിലും പോകെ പോകെ ആ കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സ് തൊടും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും സമചിത്തതയോടെയും ഉള്ളുറപ്പോടെയും നേരിടുന്ന അജേഷ് എന്ന സാധാരണക്കാരനെ വളരെ റിയലിസ്റ്റിക് ആയാണ് ബേസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്തിടെ ഇറങ്ങിയ പ്രാവിൻകൂടി ഷാപ്പിൽ ഒന്ന് പാളിപ്പോയെങ്കിലും പൊന്മാനിലൂടെ തന്റെ ട്രാക്ക് തിരിച്ചു പിടിക്കുകയാണ് ബേസിൽ. അതേസമയം ആവേശം എന്ന ചിത്രത്തിലെ അമ്പാൻ എന്ന രസകരമായ കഥാപാത്രമായി പ്രേക്ഷകരുടെ മനസ്സിൽ ചേക്കേറിയ സജിൻ ഗോപു തന്റെ റേഞ്ച് എന്താണെന്ന് കാണിച്ചു തരുന്ന പ്രകടനമാണ് മരിയനായി ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത്. കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന ഈ കഥാപാത്രത്തിന്റെ ശരീരഭാഷയും ഭാവപ്രകടനങ്ങളും ഡയലോഗ് ഡെലിവറിയുമെല്ലാം അതിമനോഹരമായിട്ടാണ് സജിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ബേസിൽ ജോസഫ്, സജിൻ ഗോപു ടീമിന്റെ ഓൺ സ്ക്രീൻ രസതന്ത്രം തന്നെയാണ് അത്യന്തം ആവേശകരമായി ഈ ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നതും. ഇവരെ കൂടാതെ നായികയായ ലിജോമോൾ ജോസ്, ആനന്ദ് മന്മഥൻ എന്നിവർ സ്റ്റെഫി ബ്രൂണോ എന്നീ കഥാപാത്രങ്ങളായും തിളങ്ങുന്ന പ്രകടനം നടത്തിയിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ ലൊക്കേഷനുകളുടെ തിരഞ്ഞെടുപ്പും എടുത്തു പറയേണ്ടതാണ്. താന്നി, മൺട്രോ തുരുത്ത് എന്നിവിടങ്ങളിലായാണ് ചിത്രം പ്രധാനമായും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാലത്ത് മലയാള സിനിമ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഭൂമികയായ കൊല്ലത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ചിത്രങ്ങൾ വരുന്നു എന്നതും ശ്രദ്ധേയം. കൊല്ലത്തുകാർക്കായി ഒരു സ്പെഷ്യൽ തീം സോങ് തന്നെ സംവിധായകൻ ജ്യോതിശങ്കറും കൂട്ടരും ഒരുക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ കാമ്പുള്ള പ്രമേയം, കെട്ടുറപ്പുള്ള തിരക്കഥ, വൈകാരികമായ നിമിഷങ്ങളും സിറ്റുവേഷണൽ കോമഡികളും മികച്ച പെർഫോമൻസുകൾ എന്നിവയെല്ലാം കൊണ്ട് മികച്ച ഒരു കാഴ്ചാനുഭവം തന്നെയാണ് പൊന്മാൻ സമ്മാനിക്കുന്നത്.